അങ്ങനെ 31 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക്കൽ ഹൊറർ ഫാൻറ്റസി മൂവി മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തേക്കാണ് 4K ആയിട്ട്. കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് ഭാഗത്ത് ഞാൻ ഈ ലിസ്റ്റ് നോക്കിയപ്പോൾ ആകെ ഗുരുവായൂർ ജയശ്രീയിൽ മാത്രമേ പടമുള്ളൂ. അതും വൈകിട്ട് 6 മണിക്ക് 9 മണിക്കുള്ള ഷോ മാത്രമേ. പക്ഷെ അതിൽ കൂടുതൽ അർഹിക്കുന്നൊരു സിനിമ തന്നെയാണ്. ബോറടിക്കാതെ വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന പടമാണ് മണിച്ചിത്രത്താഴ്. അതൊരു നിശംസം പറയാൻ പറ്റുന്ന കാര്യം ഞാൻ കേട്ടോ. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവർ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച പടം തന്നെയാണ് മണിച്ചിത്രത്താഴ്. പിന്നെ എന്താ പറയുക, ഇതൊരു സൈക്കോളജിക്കൽ മാസ്റ്റർ പീസ് സിനിമയാണ്. മണിച്ചിത്രത്താഴിനെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും സമീപിക്കുമ്പോഴേ ഇതൊരു വിസ്മയ ചിത്രമാണ്. മലയാളത്തിൻ്റെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് 1993 അപ്പോഴാണ് സിനിമ ഇറങ്ങിയേക്കുന്നത്. ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ടോപ്പിൽ നിന്ന് അന്ന് തന്നെ 7 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്തു. 300 ദിവസം ഓടിയ സിനിമയാണ് കേട്ടത്. ഫാസിലിൻ്റെ സംവിധാനത്തിൽ മധുമുട്ട എഴുതിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, മധുമുട്ടത്തിൻ്റെ കുടുംബത്തിൽ തറവാട്ടിലൊക്കെ കേട്ടായിരുന്നു ഒരു കെട്ടുകഥ, അല്ലെങ്കിൽ ആൾ കേട്ട ഒരു കഥ, ഒരു ഹൊറർ ഫാൻറ്റസി കഥ. ആ ത്രെഡ് എടുത്ത് വർക്ക് ചെയ്തിട്ട് അത് വലിയൊരു കഥയാക്കിയിട്ട് ചെയ്തേക്കാണ്. അതാണ് മണിച്ചിത്രത്താഴ് എന്ന് നമ്മൾ ഇന്ന് കാണുന്ന സിനിമ. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്നത് 31 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ അതിപ്പോൾ ഒരു 10-12 വയസ്സിന് എന്നൊക്കെ കൂടുതലുള്ളവരും കാണാൻ സാധ്യതയില്ല. ഇന്നത്തെ പോലെ ഒന്നും തിയേറ്ററുകൾ അടുത്തൊന്നും അവൈലബിൾ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും ഈ സിനിമ ഒരു പ്രാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിനിമ ഉണ്ട്. ഒരുപാട് തവണ എല്ലാവരും കണ്ട സിനിമയാണെങ്കിൽ പോലും കേട്ടോ. ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഒരു ഭയാനകമായ കാര്യം സംഭവിക്കുന്നു തോന്നുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഇന്നസെൻ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു കൊട്ട പിന്നാലെ വരുന്നതും മനുഷ്യൻ്റെ ഇടപെടലില്ലാണ്ട് ഓരോ സാധനങ്ങൾ ഉരുളണതും ഒക്കെ കാണിച്ചിട്ടാണ് ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത്. പുതുതായിട്ട് എത്തിയ ആധുനിക ദമ്പതികളാണ് നകുലനും ഗംഗയും. നകുലൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപി, ഗംഗ എന്ന് പറയുന്നത് ശോഭന ചെയ്ത ക്യാരക്ടറാണല്ലോ. അവരെ തറവാട്ടിലെ കുടുംബത്തിലെ അന്ധവിശ്വാസങ്ങളെ എതിർക്കും, മുതിർന്നവരെ വകവയ്ക്കാണ്ടൊക്കെ ഉള്ള ഒരു ആൾക്കാരാണ് അവർ. ഇവരൊന്നും അനുസരിക്കാണ്ട് മാടമ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവർ ഒരു തറവാട്ടിൽ ഇവർ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് സിനിമ ഒന്നും കൂടി ഒന്ന് ഫാസ്റ്റ് ആവണത്. ശോഭനയുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള കഥാപാത്രമാണ്. അതായത് നാഗവല്ലിയുടെ ക്യാരക്ടർ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ശോഭന ഒരുപാട് ഡാൻസും കാര്യങ്ങളും ചെയ്യണതുകൊണ്ട് ഈ ക്യാരക്ടർ അതിമനോഹരമായിട്ട് ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ശോഭനയുടെ നാഗവല്ലിയായിട്ടുള്ള തുളച്ചേറുന്ന ഓട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് തുളഞ്ഞു കയറിയിട്ടുണ്ടാവുക. പിന്നെ അടുത്ത ക്യാരക്ടർ നമ്മുടെ സണ്ണിയായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. നമ്മുടെ നകുലൻ, സുരേഷ് ഗോപിയുടെ നകുലൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ കാണാൻ വേണ്ടിയിട്ട് സണ്ണി വരുന്നതും പിന്നെ അതിന് ശേഷമുള്ള രംഗങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നാഗവല്ലിയുടെ ഒരു പാദസരം, അതായത് ചെലങ്ക, അതിനെ കുറിച്ചിട്ടൊക്കെ ശോഭനയുടെ ക്യാരക്ടറായ ഗംഗോട് സംസാരിക്കുന്നതും പെട്ടെന്ന് ഫേസിലുള്ള മാറ്റങ്ങളും അതൊക്കെ നല്ല രസമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ ആ ഒരു സാധനം കണ്ണിലത്തെ ഒരു സംഭവം കാണിക്കുകയാണ്, കണ്ണിലേക്ക് വെളിച്ചെടുക്കി കാണിക്കുന്നതൊക്കെ ഒരുപാട് ട്രോൾ ഉണ്ടാക്കിയ സംഭവം കേട്ടോ. അതൊക്കെ പോട്ടെ. ഒരു മുറൈ വന്നു പാർത്തായ പാട്ടൊക്കെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പാട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കുറച്ച് ദിവസം മുന്നേ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കേട്ടത്, സിനിമ ഇറങ്ങുന്ന എത്രയോ മുന്നേ ഇറങ്ങി ഇതിൻ്റെ പാട്ടുകൾ അന്ന് തന്നെ ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ശോഭനയുടെ ഉജ്ജ്വലമായ അഭിനയത്തിൻ്റെ മികച്ച ഉദാഹരണമാണ് ഗംഗ. സിനിമയിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു. നകുലൻ്റെ മനോരോഗ്യ വിദഗ്ധനായ സുഹൃത്താണ് മോഹൻലാൽ അഭിനയിച്ച സണ്ണി. മോഹൻലാൽ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു വേറിട്ട രീതിയിൽ നിന്ന കഥാപാത്രമാണ് സണ്ണി. അത്യാവശ്യം ചിരിയും കളിയായിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നെ ഓരോ പ്രശ്നങ്ങളും അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡോക്ടർ. ആൾ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നകുലൻ്റെ ഭാര്യയ്ക്ക് അസുഖം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ പെയിൻ ആ ഫേസ് കാണിക്കുന്നത്, ഗംഗേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സണ്ണിയെ മോഹൻലാലിനോട് പറയുന്നത്, അതൊക്കെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള അതൊക്കെ പറയുമ്പോൾ നിനക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് വേണം രക്ഷിക്കാമെന്നുള്ള രീതിയിലുള്ള ലോകത്തെ അവിടെ കൊണ്ടുപോയാലും രക്ഷിക്കാമെന്നൊക്കെ പറയണം. അത്രയും ഒരു ഭർത്താവിൻ്റെ സ്നേഹം കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് സുരേഷ് ഗോപി ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും മലയാള സിനിമയിൽ പുനർനിർമ്മിക്കാൻ കഴിയാത്ത മാന്ത്രികയാണ് മണിച്ചിത്രത്താഴ്. 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് 1-ലധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടെങ്കിലും ഒറിജിനൽ മാസ്മരികത പുനഃസൃഷ്ടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. നർമ്മത്തിനും ഹൊററിനും ഇടയിലെ സന്തുലിതാവസ്ഥ പുലർത്തുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. ചന്തുവായുള്ള കിണ്ടി രംഗങ്ങളോ
കാട്ടുപറമ്പനൊപ്പം അല്ല കിണ്ടി എന്ന് പറയുന്നത് സുധീഷ്, കാട്ടുപറമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുതിരവട്ടം പപ്പു അവിസ്മരണീയമാക്കിയ വെള്ളൻ രംഗങ്ങളും മൊത്തത്തിലുള്ള കഥയിൽ ഇതൊക്കെ ഇന്നും ട്രോളും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാറ്റിലും ഉപയോഗിക്കുന്ന കാര്യങ്ങളാട്ടോ. ഈ സിനിമയിൽ നിന്നൊന്നും എടുത്തു കളയല്ല. നമ്മളെ ദേവദൂതനിൽ ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് ജഗതി ചേട്ടൻ്റെ റോളൊക്കെ എടുത്ത് കളഞ്ഞു, ആ സീനൊക്കെ കട്ട് ചെയ്യുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര വിഷമമായി പേഴ്സണലി. പക്ഷേ ആ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടായിരുന്നു പറയുന്നത് കേട്ടു. ഞാനത് തിയേറ്ററിൽ പോയിട്ട് വീണ്ടും കണ്ടിട്ടില്ല. ഞാൻ സിനിമ പറഞ്ഞ തലേ ദിവസം ഞാൻ ഏഷ്യനെറ്റിലല്ല യൂട്യൂബിൽ ഈ സിനിമ കണ്ടപ്പോഴും ഇതിൻ്റെ സംവിധായകൻ സിബി മൈൽ അതേ സമയം ഏകദേശം 2 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഒരു പ്രിൻ്റായിട്ട് തന്നെയാണ് ജഗതിയുടെ കോമഡി അടക്കം ഈ അമൃതക്കാർ ഇട്ടേക്കുന്നത്. അതെന്താണെന്ന് നമുക്കറിയില്ല കറക്റ്റായിട്ട്. അതങ്ങനെ പോട്ടെ. അപ്പോൾ മണിച്ചിത്താഴ് എവർഗ്രീൻ ക്ലാസിക്കാന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നെടുമുടി വേണുവിൻ്റെ വാക്കിനെ അവഗണിച്ച് യുവദമ്പതികളായ നകുലനും സുരേഷ് ഗോപി പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ശോഭനയും തറവാട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. തറവാട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ചില അമാനുഷിക സംഭവങ്ങളിലേക്ക് സാക്ഷ്യം വഹിക്കുകയാണ് സിനിമ. തറവാട്ടിലെ അല്ലി എന്ന യുവതിക്ക് നേരെയും നകുലന് നേരെയും അജ്ഞാതമായ വധശ്രമങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിന് ശേഷം കടുത്ത നൈരാശ്യത്തിൻ്റെ പിടിയിലായ നകുലൻ്റെ മുറപ്പെണ്ണ് ശ്രീദേവിയിലേക്കാണ് വിനയപ്രസാദ് അഭിനയിച്ചിട്ടുണ്ടാവും. സംശയത്തിൻ്റെ മുന നീളുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പടത്തിൻ്റെ റിലീസ് കണ്ടിട്ട് ഈ വിനയപ്രസാദ് എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഡബ് ചെയ്തേക്കണത് ആരാന്ന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ചേച്ചി അല്ല ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ആളിപ്പോഴാണ് കുറച്ചും കൂടി അന്നൊന്നും അധികം മലയാളം ഫ്ലുവൻ്റായിട്ട് സംസാരിച്ചിരുന്നില്ല, ഇപ്പോഴാണ് ഒന്നുകൂടി ഫ്ലുവൻ്റായിട്ട് സംസാരിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം മുറപ്പെണ്ണ് ശ്രീദേവിയിലേക്ക് സംശയത്തിൻ്റെ മുന നീളുന്നത്. മനഃശാസ്ത്ര വിദഗ്ധനും നകുലൻ്റെ ഉറ്റ സുഹൃത്തുമായ ഡോക്ടർ സണ്ണിയ ജോസഫായിട്ട് മോഹൻലാൽ ഇതിൻ്റെ വസ്തുത എന്താണെന്നറിയാൻ വരുന്നു. ദ്വന്ദ്വ വ്യക്തിത്വം അഥവാ അപര വ്യക്തിത്വം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച ഗംഗ തന്നെയാണ് ഈ ദുരൂഹതയ്ക്ക് പിന്നിലെന്ന് വൈകാതെ തിരിച്ചറിയുന്നതാണ് കഥയുടെ മെയിൻ പോയിന്റ്. പിന്നെ അവിടുന്ന് നകുലനും ഗംഗയും ഇപ്പോൾ താമസിക്കുന്ന തറവാട് ഒരു കാലത്ത് ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ ഒരു കാരണവരുടേതായിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് വന്ന ഭരതനാട്യ നർത്തകി നാഗവല്ലിയെ ഇയാൾ അവിടെ പാർപ്പിച്ചു. എന്നാൽ നാഗവല്ലിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന രാംനാഥൻ എന്ന നർത്തകനുമായുള്ള ഇഷ്ടം പറഞ്ഞ് കാരണവർ നാഗവല്ലിയെ വെട്ടിക്കൊല്ലുന്നു. പ്രതികാരദാഹിയായി ആത്മാവായി മാറുന്ന നാഗവല്ലിയെ ഒരു മന്ത്രവാദി തെക്കിനിയിൽ ബന്ധിച്ചു. അതേപോലെ കാമുകനും കൊല്ലുന്നുണ്ട് കേട്ടോ. പഴങ്കഥകളും യക്ഷിക്കഥകളും തൻ്റെ മുത്തശ്ശിയിൽ നിന്ന് കേട്ടു വളർന്ന ഗംഗ നാഗവല്ലിയുടെ ഈ കഥ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ നാഗവല്ലിയോട് തോന്നുന്ന സഹതാപം, സിമ്പതി, പിന്നെ ഒരു തരം തന്മയീഭാവം, എമ്പതിയായി മാറുന്നു. ഇതൊക്കെ നല്ല രസമായിട്ട് മോഹൻലാലിൻ്റെ വോയിസിൽ പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. ഗംഗ നാഗവല്ലിയുടെ കഥാപാത്രത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് നകുലൻ പഴയ ക്രൂരനായ കാരണവരായാണ് ഗംഗയുടെ മനസ്സിൽ. അയൽക്കാരനായ മഹാദേവൻ രാമനാഥനായും മാറുന്നു. അക്രമ സംഭവങ്ങളുടെ ഉറവിടം കൃത്യമായി തിരിച്ചറിഞ്ഞ സണ്ണി ക്രൂരനായ തമ്പിയെ കൊല്ലാൻ അനുവദിച്ചാൽ ഗംഗയുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നാഗവല്ലിയെ ബോധ്യപ്പെടുത്തുന്നു. അദ്ദേഹം നകുലനെ ആ പഴയ കാരണവരായി വേഷമിടിക്കുന്നു. നിർണായകമായൊരു ഘട്ടത്തിൽ തന്ത്രപൂർവ്വം നകുലൻ പകരം കാരണവരുടെ ഒരു പാതയെ മാറ്റിവെച്ച് നാഗവല്ലിക്ക് അവളുടെ സങ്കല്പത്തിലുള്ള ശത്രുവിനെ വധിക്കാൻ അവസരം നൽകുന്നു. താൻ പ്രതികാരം ചെയ്തുവെന്ന് ഗംഗയിലുള്ള നാഗവല്ലി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഗംഗയെ തൻ്റെ ഈ മാനസിക നിലയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് കഥയുടെ അന്ത്യം. ഒരുപാട് ട്രോളും ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഈ ലാസ്റ്റ് സീനൊക്കെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയായാലും പടം 1.5 പടം തന്നെയാണ്, വേറെ ഒന്നും പറയില്ല. അഭിനേതാക്കളായിട്ട് മോഹൻലാൽ, ഡോക്ടർ സണ്ണി ജോസഫ്, സുരേഷ് ഗോപി നകുലൻ, ശോഭന ഗംഗ നാഗവല്ലി, തിലകൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. തിലകൻ്റെ ഡയലോഗും മോഹൻലാലിൻ്റെ ഡയലോഗും ഒരുപാട് കോമഡിക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചാണ്. നെടുമുടി വേണു തമ്പി, വിനയപ്രസാദ്, ശ്രീദേവി, ഇന്നസെൻ്റ് ഉണ്ണിത്താൻ, KPC ലളിത, ബാസുര, സുധീഷ് ചന്തു, കുതിരവട്ടം പപ്പു കാട്ടുപറമ്പൻ, പിന്നെ ഗണേഷ് കുമാർ ദാസംകുടി. ഗണേഷ് കുമാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ പടം തുടങ്ങുമ്പോൾ തന്നെ ഗണേഷ് കുമാർ ഇന്നസെൻ്റ് നമ്മൾ കോമ്പ് ഇവരെ കൊട്ടാരത്തിൽ പോണതും നൈസായിട്ട് ദാസപ്പൻകുട്ടി ഗണേഷ് കുമാർ അവിടെ നിന്ന് വലിയതും ഇന്നസെൻ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുങ്ങണതും അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് വരുന്ന ശോഭന കണ്ടിട്ട് പ്രേതാന്ന് വെച്ച് പേടിക്കുന്നതും ആ സീനൊക്കെ നല്ല രസമായിട്ടാണ്. പിന്നെ ശ്രീധർ മഹാദേവൻ, അതായത് കാമുകനായിട്ട് അഭിനയിച്ചത്. പിന്നെ ഇതിൽ അഭിനയിച്ചേക്കുന്നത് രുദ്ര, അല്ലി. പിന്നെ ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയതിനെ കുറിച്ച് പറയാം. ബിജു തിരുമല, മധുമുട്ടം, വാലി എന്നിവർ എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് MG രാധാകൃഷ്ണനാണ്. ജോൺസനാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത്, അതായത് ജോൺസൺ മാസ്റ്റർ. ഇതിലത്തെ പാട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്ന 9 പാട്ടാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അക്കുത്തിക്കുത്താനക്കൊമ്പിൽ വരുവാനില്ലാരുമീ ഒരു നാളും, പഴന്തമി പാട്ടിഴയും, പലവട്ടം പൂക്കാലം, ഒരു മുറൈ വന്തു പാർത്തായ, ഒരു മുറൈ വന്തു പാരായോ,
വരുവാനില്ലാരും ഈ വഴിയെ, കുംഭകുളത്തിൽ, ഉത്തുംഗ ശൈലത്തിൽ. 2 പാട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഫീമെയിലും മെയിലും പാടുന്ന ആ ഒരു സംഭവമായിരിക്കും കേട്ടോ. ഇതിൽ പാടിയേക്കണത് ജി വേണുഗോപാൽ, മോഹൻലാൽ, KS ചിത്ര, സുജാത മോഹൻ, യേശുദാസ് ഇവരാണ് പാടിയേക്കുന്നത്. ഇതിൽ ഓരോ പാട്ടുകൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകൾ മാറി മാറി പാടിയിട്ടുണ്ട്. പിന്നെ അണിയറ പ്രവർത്തകർ ഛായാഗ്രഹണം വേണു, ചിത്ര സംയോജനം TR ശേഖർ, 2ാം യൂണിറ്റ് സംവിധായകൻ പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ, സിബി മലയിൽ, 2ാം യൂണിറ്റ് ഛായാഗ്രഹർ ആനന്ദക്കുട്ടൻ, സണ്ണി ജോസഫ്, പ്രൊഡക്ഷൻ മാനേജർ A കബീർ, രാജൻ കുന്നംകുളം, പ്രൊഡക്ഷൻ കൺട്രോളർ ബാബു ഷാഹിർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് PA ലത്തീഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ ജയസൂര്യ, അസോസിയേറ്റ് ഡയറക്ടർ ഷാജിൻ ബിജു, കല മണി സുചിത്ര, വസ്ത്രാലങ്കാരം വേലായുധൻ കീഴിലം, ചമയം PN മണി, നൃത്തം കുമാർ ശാന്തി, വാർത്താപ്രചരണം വാഴൂർ ജോസ്, സ്റ്റിൽസ് സൂര്യ ജോൺ, ഡിസൈൻസ് സാബു കൊളോണിയ, ശബ്ദം നൽകിയവർ ഭാഗ്യലക്ഷ്മി, ദുർഗ, ആനന്ദവല്ലി അമ്പിള്ളി. അപ്പോൾ നേരത്തെ മറ്റേ ചേച്ചി പറഞ്ഞ പോലെ ഒരു പേജിൽ കണ്ടില്ല കേട്ടോ. ആ ചേച്ചി ഷീല എന്നാണ് പറഞ്ഞത്. ആ പേര് ഈ ലിസ്റ്റിൽ കണ്ടില്ല. പിന്നെ ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1993 കിട്ടിയേക്കുന്നത് 2 പുരസ്കാരമാണ്. ഒന്ന് മികച്ച ജനപ്രിയ ചിത്രം, മികച്ച നടി ശോഭന. പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1993, മികച്ച ജനപ്രിയ ചിത്രം, മികച്ച നടി ശോഭന, മികച്ച ചമയം PN മണി. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഒരു മലയാളം സിനിമ മൊഴിമാറ്റം ചെയ്തേക്കണത്, മൊഴിമാറ്റം ചെയ്യാന്ന് വെച്ചാൽ വേറെ ഭാഷയിൽ വേറെ ആദ്യമൂദ്യം ഫുൾ സിനിമയായിട്ട് എടുത്തേക്കണത് ഏറ്റവും കൂടുതൽ മണിച്ചിത്രത്താഴെന്ന് കേട്ടിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, ഹിന്ദി ഈ ഭാഷകളൊക്കെ ഈ സിനിമ ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിനിമ ഞാനും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. ഈ വീഡിയോ കാണുന്നവരും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എവർഗ്രീൻ ക്ലാസിക്കും മണിച്ചിത്രത്താഴ് 4K അതിഗംഭീരം തന്നെയാണെന്നാണ് റിവ്യൂസൊക്കെ കേട്ടത്. മിക്സിങ് അങ്ങനെ ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം പറയാം, നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാം.